ഇന്ന് ഫെബ്രുവരി 19. ഇന്ന് രാത്രിയും നാളെയും നാളെ രാത്രിയും മറ്റന്നാളുമായിട്ട് ഒരുപാട് OTT റിലീസുകളുണ്ട്. ഈ ആഴ്ചത്തെ OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളും എല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് നന്ദമൂരി ബാലകൃഷ്ണൻ നായകനാകുന്ന ബോബി കോളി സംവിധാനം ചെയ്ത മികച്ച അഭിപ്രായം നേടിയ തിയേറ്ററിൽ വിജയിച്ച 125-130 കോടി കളക്ഷൻ നേടിയ മാസ് ആക്ഷൻ തെലുങ്ക് ചിത്രം ഡാക്കു മഹാരാജ് നാളെ രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി 21 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മലയാളം മിസ്റ്ററി ഡ്രാമ ചിത്രമാണ് തണുപ്പ്. ചിത്രവും ഫെബ്രുവരി 21 മറ്റന്നാൾ മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. മികച്ച അഭിപ്രായം നേടിയ ഹോളിവുഡ് ക്രൈം ത്രില്ലർ സീരീസ് ആണ് റീച്ചർ. 8 എപ്പിസോഡുള്ള സീരീസിന്റെ പുതിയ മൂന്നാമത്തെ സീസന്റെ ആദ്യ 3 എപ്പിസോഡ് നാളെ ഫെബ്രുവരി 20 ആമസോൺ പ്രൈമിലൂടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ബാക്കി എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോന്ന് വീതം OTT റിലീസ് ആകുന്നതാണ്. മലയാളം റൊമാന്റിക് കോമഡി സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അജു വർഗീസ്, നീരജ് മാധവ് ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഈ സീരീസ് അടുത്ത വെള്ളിയാഴ്ച ഫെബ്രുവരി 28 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിലും 7 ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ചെയ്യും. ആസിഫ് അലിയുടെ മികച്ച അഭിപ്രായം നേടിയ തിയേറ്ററിൽ വിജയിച്ച് ബ്ലോക്ക് ബാസ്റ്റർ വിജയമായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ക്രൈം മിസ്റ്ററി മലയാളം സിനിമ രേഖാചിത്രം മാർച്ച് 7 സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മികച്ച അഭിപ്രായം നേടി വിജയിച്ച അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ചിത്രമാണ് കമ്പാനിയൻ. ചിത്രം ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മിക്സഡ് അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച അമേരിക്കൻ അനിമേഷൻ അഡ്വഞ്ചർ ചിത്രമാണ് മുഫാസ ദ ലയൺ കിങ്. ഈ ചിത്രവും ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ഗുരു സോമസുന്ദരം അഭിനയിക്കുന്ന ഒരേ സമയം മലയാളത്തിലും തമിഴ് ഭാഷയിലും റിലീസ് ചെയ്ത കോമഡി അവാർഡ് ഡ്രാമ ചിത്രമാണ് ബോട്ടിൽ രാധ. ചിത്രം നാളെ രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി 21 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഓഫീസ് എന്നൊരു തമിഴ് കോമഡി സീരീസും നാളെ രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി 21 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. സായി ധൻസിക അഭിനയിക്കുന്ന കഴിഞ്ഞ വർഷം ഇറങ്ങിയ തെലുങ്ക് ക്രൈം ഡ്രാമ ചിത്രമാണ് ദക്ഷിണ. ഈ സിനിമയും ഫെബ്രുവരി 21 ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. പുതിയൊരു തെലുങ്ക് റൊമാന്റിക് ചിത്രമാണ് സമ്മേളനം. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി 20 ETV വിൻ വൈ തെലുങ്ക് ഭാഷയിൽ ഡയറക്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. അമേരിക്കൻ പൊളിറ്റിക്കൽ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് സീറോ ഡേ. സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും നാളെ ഫെബ്രുവരി 20 ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. വൈറ്റ് ലോട്ടസ് എന്ന അമേരിക്കൻ ബ്ലാക്ക് കോമഡി സീരീസിന്റെ 8 എപ്പിസോഡുകൾ അടങ്ങുന്ന മൂന്നാമത്തെ സീസന്റെ ആദ്യ എപ്പിസോഡ് കഴിഞ്ഞ തിങ്കളാഴ്ച ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എപ്പിസോഡുകൾ ആഴ്ചകളിൽ തിങ്കളാഴ്ച ഓരോന്ന് വീതം OTT റിലീസ് ചെയ്യും. സ്കൂൾ ഫ്രണ്ട്സ് എന്ന ക്യാമ്പസ് റൊമാന്റിക് ഹിന്ദി സീരീസിന്റെ പുതിയ മൂന്നാമത്തെ സീസൺ ഫെബ്രുവരി 21 ഉച്ചയ്ക്ക് 12:30 ആമസോൺ MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്തത് ഒരു കോമഡി റൊമാന്റിക് ഹിന്ദി സീരീസ് ആണ് ഊപ്സ് അബിക്യ. സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി 20 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. ഹിന്ദി ഭാഷയിൽ മാത്രമായിരിക്കും OTT റിലീസ് ചെയ്യുക. ക്രൈം ബീറ്റ് എന്നൊരു ഹിന്ദി ആക്ഷൻ ക്രൈം സീരീസ് നാളെ രാത്രി 12 മണിക്ക് ശേഷം ZEE5 ഫെബ്രുവരി 21 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കൗശാൽജീസ് VS കൗശൽ എന്നൊരു ഫാമിലി ഡ്രാമ ഹിന്ദി ചിത്രവും നാളെ രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി 21 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അനീഷ് അൻവർ സംവിധാനം ചെയ്ത് ഷാർജാന ഖാലിദൊക്കെ അഭിനയിക്കുന്ന കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തിയ മലയാളം സർവൈവൽ ചിത്രമാണ് രാസ്ത. സിനിമയുടെ പുതിയ 2 കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച ഫെബ്രുവരി 28 ആയേക്കും സിനിമ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുക. അമിത് ചക്കാലക്കൽ അഭിനയിക്കുന്ന 2023 തിയേറ്ററിലേക്ക് എത്തിയ റൊമാന്റിക് ത്രില്ലർ മലയാളം ചിത്രമാണ് പ്രാവ്. ചിത്രം ഇപ്പം മനോരമ മാക്സിന്റെ കമ്മിങ് സൂൺ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. മാർച്ച് ആദ്യ 2 ആഴ്ചകളിലായിട്ടായിരിക്കും സിനിമ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുക. മോശമല്ലാത്ത അഭിപ്രായങ്ങളും കളക്ഷനും നേടിയ ഫാന്റസി ഹൊറർ കോമഡി മലയാളം ചിത്രമാണ് ഹെലോ മമ്മി. ചിത്രം ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസ് ആയിട്ട് എപ്പം വേണമെങ്കിലും OTT റിലീസ് ചെയ്തേക്കാമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന വെള്ളി ദിവസങ്ങളിൽ സിനിമയുടെ സർപ്രൈസ് OTT റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വെച്ച് നോക്കാവുന്നതാണ്. ബേസിൽ ജോസഫ്, ഷൗബിൻ ഷാഹിർ ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തിയ അബോ ആവറേജ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ മലയാളം ഇൻവെസ്റ്റിഗേഷൻ ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ്. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ മാർച്ച് ആദ്യ ആഴ്ചയിലോ OTT റിലീസ് ചെയ്തേക്കാം എന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്.